കഴിഞ്ഞ ദിവസം നമ്മളുടെ വീട്ടിൽ ജേഡക്കുട്ടൻ്റെ ഒരു ഫ്രണ്ട് സ്ലീപ്പ് ഓവറിന് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെയാണ് ഈ സ്ലീപ്പ് ഓവർ എന്ന് പറഞ്ഞ സംഭവം കേൾക്കുന്നതിന് ഇവിടെ വന്നേ പിന്നെ കേട്ടോ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയില്ല നാട്ടിലൊക്കെ ഉള്ള പിള്ളേർ സ്ലീപ്പ് ഓവറിന് പോകുമെന്നേ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പക്ഷേ ഇവിടെ സ്ഥിരം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സംഭവമാണ് ഈ സ്ലീപ്പ് ഓവർ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ പിള്ളേരെ രണ്ടുപേരെയും കൊണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയേ. നമ്മുടെ ഗലേറിയ മോളിലാണ് പോയത്. എന്നും അൽവാദ മോളിൽ പോയി മടുക്കുന്നതല്ലേ അല്ലേ, എന്നൊന്ന് മാറ്റി പിടിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു മൂവിക്ക് പോയ കാര്യം. അപ്പോൾ മൂവിക്കും പോയി കഴിഞ്ഞിട്ട് പിന്നെ അവരെയും കൊണ്ടൊരു കറക്കവും ഇച്ചിരി ഷോപ്പിങ്ങും ഒക്കെ ആകാമെന്ന് വിചാരിച്ചു. പിള്ളേർ സെറ്റിനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയ എന്നാ അല്ലേ, അവന്മാർക്ക് ഇഷ്ടമുള്ള ഷോപ്പിലൊക്കെ കയറുമെന്നേ, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊന്നും കയറത്തൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി നടന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഫ്രണ്ട് സ്ലീപ്പ് ഓവറിനൊക്കെ വന്നല്ലേ, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ആദു. അപ്പോൾ രണ്ടുപേർക്കും ഒരേ ടൈപ്പ് ടീഷർട്ടൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ രണ്ടുപേർക്കും ഒരേ ടൈപ്പ് ഡ്രസ്സൊക്കെ എടുത്ത് നല്ല ഭംഗിയില്ലേ, ട്വിൻസിനെ പോലെ ഇരിക്കുന്നല്ലേ, ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ പിള്ളേരെയും കൊണ്ട് പോയി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിള്ളേർ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ 1-2 ഷോപ്സിലൊക്കെ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നേ. പക്ഷെ അവന്മാർ പിള്ളേരുടെ ഷോപ്സിലല്ലാതെ ഒരൊറ്റയിടത്ത് തന്നെ കയറ്റിയില്ലെന്നുള്ളതാണ്. അവന്മാർക്ക് ഇഷ്ടമുള്ള ടോയ് ഷോപ്പിലും ടോയ്സ് ആർ എസിലും ലെഗോയിലും ഒക്കെയാണ് അവർ കയറുന്നത്. പിള്ളേരുടെ ദിവസമല്ലേ അല്ലേ, അവർ എൻജോയ് ചെയ്യട്ടെന്ന് ഞാൻ വിചാരിച്ചു. നോക്കി അവരുടെ മുഖത്തെ സന്തോഷം. ഈ എലി പുന്നല് കാണുക എന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.